ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ വർഷ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലും അതിലുപരി ശ്രീകാന്തിനോടുള്ള ദേഷ്യത്തിലുമാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് നിൽക്കുന്ന ശ്രീകാന്തിനെ വർഷ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും സച്ചി രേവതിയോടെ പിടിച്ചു മാറ്റുന്നതും. ഈ ഒരു സമയത്തും വർഷ പറയുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് സച്ചി രേവതിയും ഒരേ രീതിയിൽ തന്നെ ശ്രീകാന്തിന് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു ഉറച്ചൊരു വിശ്വാസത്തോടു കൂടി തന്നെ ശ്രീകാന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ ഇരുവരും ഇത് ശ്രീകാന്ത് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിലും ശ്രീകാന്ത് സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്ന കാണുമ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സച്ചിയോട് തോന്നുന്നു. പക്ഷെ എന്താണ് പക്ഷെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സുധി വേഗം തന്നെ സച്ചിയെയും കൂട്ടിക്കൊണ്ട് ടെറസിലേക്കായിട്ട് പോകുന്നുണ്ട്. ശ്രീകാന്ത് ഇപ്പം തന്നെ വരും, ഇന്ന് എൻ്റെ വക ബിയറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി ബിയർ കഴിക്കാതിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇതേ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ പണ്ടത്തെ പോലെ തന്നെ നീ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞല്ലേ എന്ന് പറയുന്ന സമയത്ത് ഇല്ലടാ ഞാനൊരു അക്ഷരം പോലും മിണ്ടുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും മിണ്ടിയില്ലെങ്കിൽ നിനക്ക് കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടെ ബിയർ കുടിക്കാൻ ഒരുങ്ങുന്ന സമയത്തും ശ്രീകാന്ത് സുധീനെ കൂട്ടിക്കൊണ്ട് വരാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഈ ഒരു സമയത്ത് സച്ചി വേഗം പറയുന്നുണ്ട്, നീ അത്ര വലിയ പുണ്യാളിത്തൊന്നും അവളെ ആക്കുമൊന്നും വേണ്ട, അവളും ഒരു ഫ്രോഡ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് വേഗം ചോദിക്കുന്നുണ്ട്, അപ്പൊ സച്ചിയേട്ടന് ശ്രുതിയടുത്ത് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് അവൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളൂ, അല്ലാതെ അവളെ തിരികെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് എനിക്കൊരാഗ്രഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബിയർ കഴിച്ച് ഏകദേശം ഒരു 2-3 സിപ്പാകുമ്പോൾ തന്നെ സുധിക്ക് ഭയങ്കര സെൻറ്റി ആവുന്നുണ്ട്. സുധി പറയുന്നുണ്ട് അവൾ എന്നെ ചതിച്ചു, അവൾ മനഃപൂർവ്വം എന്നോട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ സച്ചി വേഗം പറയുന്നുണ്ട്, ശ്രീകാന്തെ നമുക്കിതിവിടെ വെച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുവരും അത് അവിടെ വെച്ചിട്ട് പോകാനിറങ്ങുന്ന സമയത്ത് എടാ നിക്കടെ എൻ്റെ ബിയറിൻ്റെ പൈസയെങ്കിലും താട എന്നും പറഞ്ഞുകൊണ്ട് സുധി വേഗം തന്നെ സച്ചിയുടെ കൈകളിലേക്ക് പിടിക്കുന്നുണ്ട്. നിൻ്റെ ഒരു ബിയറിൻ്റെ പൈസ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വേഗം സുധിയുടെ ഷോറിലോട്ട് കുത്തിപ്പിടിക്കുന്ന സമയത്ത് ശ്രീകാന്താണ് കേട്ടോ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ സുധിയാണെങ്കിലോ തൻ്റെ ബിയറിൻ്റെ പൈസയും കിട്ടിയില്ല, തൻ്റെ അമ്മയാണ് തൻ്റെ വിഷമം മനസ്സിലാക്കുന്നില്ല, ഭാര്യയാണെങ്കിൽ തന്നോട് ഇങ്ങനൊരു ചതിയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം തന്നെ റൂമിലേക്ക് ചെന്നതിന് ശേഷം വർഷയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ. ഈശ്വരനെ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വരുമ്പോൾ കാണുന്നത് വെച്ചാൽ വർഷ ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകാന്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര ഇവർക്ക് ഇത് എന്ത് പറ്റി, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇനി ഇവിടെ കിടന്ന് ശരിയാവുകയില്ല, എത്രയും വേഗം തന്നെ ഇവിടെ നിന്നും ടെറസിൽ പോയി കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് തലേനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ വർഷയ്ക്ക് ദേഷ്യം ഇരട്ടിച്ച് വരുന്നുണ്ട്. ശ്രീകാന്ത് പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വാതിൽ പൂട്ടുകയും ചെയ്യേണ്ട. അതിന് ശേഷം വർഷ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കിനി സഹിക്കാൻ പറ്റുകയില്ല, എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് വർഷ തന്നെ ഇങ്ങനെ ഒരു ക്രൂരമായ രീതിയിൽ തന്നെ ചിന്തിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ്. എന്നിരുന്നാലും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനെ അബോർഷൻ ചെയ്യുന്നതിലുള്ള സങ്കടം വർഷയ്ക്കുണ്ട്. വർഷ വേഗം തന്നെ വയറ്റിലേക്കായിട്ട് കൈവച്ചതിന് ശേഷം കുഞ്ഞെ എന്നോട് ക്ഷമിക്കും, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ വേദന സഹിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം ഇമോഷണൽ ആവുന്നുണ്ട്. അതിന് ശേഷം നെറ്റിൽ നോക്കി അബോർഷൻ ചെയ്യാനുള്ള മരുന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ നേരം പുലരുമ്പോൾ തന്നെ വർഷ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നതിന് ശേഷം ഈ ഒരു മരുന്ന് ചോദിക്കുന്നതിനാൽ ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനിൽ അത് മരുന്ന് തരികയില്ല എന്ന് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പറയുന്ന സമയത്ത് എത്ര പൈസ വേണമെങ്കിലും തരാം, നിങ്ങൾ മരുന്ന് തരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മരുന്ന് തരാൻ തയ്യാറല്ല എന്ന് ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനിൽ ആ മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേ രീതിയിൽ തന്നെ അപകടം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ മരുന്ന് തരികയില്ല എന്നും ആ ഒരു സ്റ്റാഫ് പറയുകയാണ് കേട്ടോ. അങ്ങനെ വർഷ വളരെ ദേഷ്യത്തോട് നിരാശയോട് കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് നേരെ നമ്മുടെ രേവതിയുടെ വണ്ടിയുടെ മുന്നിലേക്കാണ്. രേവതി എന്താ വർഷം നീ പതിവില്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് തീരെ വയ്യ, അവർക്ക് വേണ്ടി മരുന്ന് മേടിക്കാൻ വന്നതാണ് വർഷം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ രേവതി പറയാണ്, ഇപ്പം അതിനുവേണ്ടി ഇവിടെ വരേണ്ട കാര്യം എന്താ, നിനക്ക് അവിടെ നിൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ടൗണിലല്ലേ, അവിടെ ഇഷ്ടം പോലെ മെഡിക്കൽ സ്റ്റോറിൽ അവിടെ നിന്ന് മേടിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ പറയാൻ, ഇവിടെ തനിക്ക് അറിയാവുന്ന ഒരു ആക്ടറുടെ വീടാണ്, ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് മേടിച്ചെന്നേ ഉള്ളൂ, രേവതി ചേച്ചി എന്ത് ഇതിലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ അടുത്തൊരു പൂ കൊടുക്കാണ്ടായിരുന്നു, അതുകൊണ്ട് വന്നാണ് നിന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് നീ വായെന്നും പറഞ്ഞുകൊണ്ട് വർഷയും കൂട്ടിക്കൊണ്ട് പോകാതിരുന്ന സമയത്ത് വർഷ പറയുന്നത്, വേണ്ട രേവതി ചേച്ചി ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്, ഞാൻ ഇപ്പോൾ ഓർത്തത് സ്റ്റുഡിയോയിലുള്ളൊരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, എന്നൊരു കാര്യം ചെയ്യാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് അവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് തന്നെ ഞാൻ ആക്കിയിട്ട് പോവാമെന്ന് പറയുന്നുണ്ടെങ്കിലും
വർഷ പറയുന്നുണ്ട് രേവതിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ തന്നെ ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനോട് കുറച്ച് ദേഷ്യപ്പെട്ട് തന്നെ വർഷ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ വർഷയുടെ പ്രതീക്ഷിക്കാതെ ഭാവമാറ്റം എല്ലാം തന്നെ രേവതി നോക്കി കാണുന്നുണ്ട്. ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്ന് രേവതി മനസ്സിൽ തന്നെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭാമ നേരെ ചന്ദ്രോദയത്തിലേക്ക് വന്നതിന് ശേഷം ചന്ദ്രനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ രവി ഉണ്ട്. അവിടെ രവി വേഗം തന്നെ ചന്ദ്രൻ മേളിലുണ്ട്, ഞാൻ അവളെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നാൽ രവി അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചന്ദ്രയോട് കാര്യങ്ങളൊട്ടും പറയാനും സാധിക്കാതെ ആകെ ടെൻഷൻ അടിച്ച് ഭാമ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ രവിക്ക് കാര്യം മനസ്സിലാവും. രവി വേഗം എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്കും പോകണേ, നിങ്ങളിവിടെ നിന്നോ, ഞാൻ അപ്പുറത്ത് മാറിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടുന്ന് മാറിപ്പോകട്ടെ. പെട്ടെന്ന് തന്നെ ഭാമ പറയുന്നുണ്ട്, ചന്ദ്ര ഇത് കണ്ട, ഇതൊരു വേറൊരു ചരടാണ്, ഈ ഒരു ചരടിന് ശക്തി കൂടുതലാണ്. ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഒരു സന്യാസി അവിടെ ജപിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് മേടിക്കാൻ തന്നെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യും, ഈ ഒരു ചരടും കൂടി സുധിയുടെ കൈകളിലേക്ക് കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും ഇത് കൊള്ളാലോ, അപ്പോൾ ഇരട്ടി ശക്തി കൂടും, അവളെ അവൻ ഇത്രയും വേഗം തന്നെ ഡിവോഴ്സ് ചെയ്യും, ഞാൻ എന്തായാലും എൻ്റെ മകനിത് കെട്ടിക്കൊടുക്കാമെന്ന് ചന്ദ്ര പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഭാമ എന്നാൽ ശരി ചന്ദ്ര ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടി തപ്പി പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര വേഗം തന്നെ സുധിയുടെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ഈ ഒരു ചരട് സുധിയുടെ കൈകളിലേക്ക് കെട്ടാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അമ്മ ഓൾറെഡി എൻ്റെ കയ്യിലൊരു ചരടുണ്ട്, ഇനി ഒരു ചരടിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണം മോനെ, ഇത് നിൻ്റെ സമ്പത്തും നിനക്ക് സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അമ്മ ബാമാൻ്റിയോട് പറഞ്ഞിട്ട് ബാമാൻ്റി കൊണ്ടുവന്ന മറ്റൊരു ചരടാണ്, ഇതിന് കൂടുതൽ ശക്തിയുണ്ട്, ഇത് കെട്ടിയാൽ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര സുധിയുടെ അടുത്ത് നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്തിലുള്ള ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.